അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ECG അറ്റാക്ക് എന്നുള്ളൊരു ടൂളിനെ കുറിച്ചിട്ടാണ്. ECG അറ്റാക്ക് എന്താണ്? ECG അറ്റാക്ക് സാധാരണഗതിയിൽ നമ്മൾ മുൻപൊക്കെ ഫോൺ ഡെഡായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡെഡ് ബൂട്ട് റിപ്പയർ ചെയ്തെടുക്കാനുള്ളൊരു ടൂളാണ് ECG അറ്റാക്ക്. ECG അറ്റാക്കിന് പല ടൈപ്പിൽ നമുക്ക് അല്ലെങ്കിൽ പല മെത്തേഡുകളിൽ നമുക്ക് ECG അറ്റാക്ക് വഴി നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ECG അറ്റാക്ക് എന്തിനാണെന്നും ECG അറ്റാക്ക് എന്താണെന്നും അതിന് ഇൻ്റർഫേസുകൾ വരുന്നത് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്നും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് അതൊന്ന്. അതേപോലെ തന്നെ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു EMMC ഡെഡായാൽ എങ്ങനെ ബൂട്ട് റിപ്പയർ ചെയ്യാം, നോർമലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ആദ്യം തന്നെ ECG അറ്റാക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ECG അറ്റാക്ക് എന്ന് പറയുന്നത് ECG അറ്റാക്കിൻ്റെ ഇൻ്റർഫേസാണ് നിങ്ങൾ ഈ കാണുന്നത്. ECG അറ്റാക്ക് എന്നുള്ളൊരു ടൂള് ഓപ്പൺ ആയി വരുമ്പോൾ ഉള്ള ഒരു ഇൻ്റർഫേസാണ് ഈ കാണുന്നത്. ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു ഇൻ്റർഫേസ് പരിചയം ഉണ്ടായിരിക്കും. ECG അറ്റാക്ക് എന്ന് പറയുന്നത് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മളൊരു ഫോൺ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഡെഡായി പോവുകയോ അല്ലെങ്കിൽ പല കംപ്ലൈൻറ്റിലാണ് കസ്റ്റമർ നമ്മളെടുത്ത് വരാറ്. സാധാരണഗതിയിൽ ഡെഡായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഹാങ് ഓൺ ലോഗോയിൽ വരാറുണ്ട്, ലോഗോ റീസ്റ്റാർട്ട് എന്നുള്ള കംപ്ലൈൻറ്റിൽ വരാറുണ്ട്. അങ്ങനെ പല തരം കംപ്ലൈൻറ്റുകളാണ് നമുക്ക് വരുന്നത്. അതിൽ സാധാരണ ഇതിൽ കൂടുതലും EMMC റിപ്പയർ ചെയ്യേണ്ടി വരുന്നത് ഹെൽത്ത് ബാഡായ ഡിവൈസുകൾ, ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് റിപ്പയർ ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആദ്യ കാലഘട്ടത്തിൽ എന്നുവെച്ചാൽ ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൂട്ട് റിപ്പയറിന് വേണ്ടിയിട്ട് ആദ്യം ആളുകളെ ആശ്രയിച്ചിരുന്നത് റിഫ് എന്നുള്ളൊരു ബോക്സ് ആയിരുന്നു. റിഫിലാണ് ഞാനൊക്കെ ആദ്യകാലത്ത് ചെയ്തിട്ടില്ല, എന്നാൽ പോലും എൻ്റെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് ECG അറ്റാക്കാണ്. റിഫിൽ ആണ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ബൂട്ട് റിപ്പയർ ചെയ്തിരുന്നത്. ആദ്യം നമ്മൾ ഈ ഫയൽ സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ ഫയൽ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ മാറിയിട്ടോ ഒക്കെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ഡെഡ് ആവാറുണ്ട്. അങ്ങനെ ഡെഡ് ആകുമ്പോഴാണ് കൂടുതലും ഇതിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഈ ഫോൺ നമ്മൾ ഫയൽ മാറി സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഡെഡായി പോകും. അപ്പോഴാണ് നമ്മൾ ഇത് ബൂട്ട് റിപ്പയർ ചെയ്തിട്ട് ഓണാക്കിയിരുന്നത്. പഴയ ഒരു സിസ്റ്റമാണത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബൂട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഡെഡായ ഫോണുകളും നമ്മുടെ ഹെൽത്ത് ബാഡായിട്ടുള്ള ഡിവൈസുകളും ബൂട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ നമുക്ക് EMMC രണ്ടാമത് പാർട്ടിഷൻ ചെയ്ത് പുതിയ അതിൻ്റെ ലൈഫ് ടൈമിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പുതിയ EMMC ആക്കി മാറ്റി അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂള് നമ്മൾ ഉപയോഗിക്കുന്നത്. ECG അറ്റാക്ക് ECG അറ്റാക്കിൻ്റെ പോലെ തന്നെ ടൂളുകൾ ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നതാണ് റിഫ് അതിൻ്റെ വെർഷൻ 2 ഒക്കെ രണ്ടാമത് ഇറക്കിയെങ്കിലും പിന്നീട് അത് മാർക്കറ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. ECG അറ്റാക്ക് കടന്നു വരോട് കൂടിയിട്ട് പിന്നെ മറ്റു ടൂളുകൾ മാർക്കറ്റിൽ നിന്ന് പതുക്കെ പോവുകയാണ് ഉണ്ടായത്. പിന്നീട് വന്നതാണ് UFI ആണ്. ഇപ്പം നിലവിൽ ഒരുപാട് ടൂളുകൾ മാർക്കറ്റിൽ ബൂട്ട് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്. റിഫ് ഇപ്പോഴും ഉപയോഗിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. UFI എന്നുള്ള ബോക്സ് വരുന്നുണ്ട്, ECG അറ്റാക്ക് വരുന്നുണ്ട്, മെഡുസ വരുന്നുണ്ട്, അങ്ങനെ പല ബോക്സുകൾ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും നല്ല ഒരു ഇൻ്റർഫേസും അല്ലെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് എന്ന് പറയുന്നത്, ഏറ്റവും ബെറ്റർ ടൂള് എന്ന് പറയുന്നത് ECG അറ്റാക്കാണ്. UFIയിലേക്ക് വരുന്ന സമയത്ത് UFI വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് UFI. പക്ഷേ ECG അറ്റാക്ക് കുറച്ചുകൂടി ടഫാണ്. അത്രയ്ക്കും ഒരു എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് അല്ല ECG അറ്റാക്കിൻ്റെത്. കാരണം അത് ECG അറ്റാക്ക് കയ്യിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. കുറച്ച് ഒന്നും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഈ ECG അറ്റാക്ക് എടുക്കുന്ന സമയത്ത് ഏകദേശം 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തോളം ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടാനില്ല. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2016 ആ കാലഘട്ടത്തിലൊക്കെയാണ് ഞാനിത് എടുക്കുന്നത്. 16-17 ആ കാലഘട്ടത്തിലാണ് ആദ്യം ECG അറ്റാക്ക് എടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്നൊക്കെ ഈ ഏറ്റവും കൂടുതൽ സാംസങ് ഗാലക്സി S2 പോലുള്ള സെറ്റുകളൊക്കെയാണ് ഡെഡായിട്ട് നമ്മളെടുത്ത് വരിക. അപ്പോൾ ഇതിൻ്റെ പിന്നൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ 4P അല്ലെങ്കിൽ 5 കണക്ഷനോ 6 കണക്ഷനോ കൊടുത്തിട്ടോ അതല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി ഊരി പ്രോഗ്രാം ചെയ്യുന്നൊരു സംവിധാനം ഒന്നും ആയിരുന്നില്ല അന്ന് ചെയ്തിരുന്നത്. അന്നൊന്നും അങ്ങനെ ഒരു ഹാൻഡ് സ്കില്ല് ഉള്ള ആളുകൾ തന്നെ കുറവായിരുന്നു. ഞാനും അന്ന് ചെയ്തിരുന്നില്ല. പിന്നെ നമുക്ക് അന്ന് കൂടുതലായിട്ട് വന്നിരുന്ന സെറ്റുകളാണ് സാംസങ് ഗാലക്സി S2, അതേപോലെ തന്നെ 7562, 7582 SDs എന്നുള്ള മോഡലുകളൊക്കെ. അപ്പോൾ അത് ആണ് നമ്മൾ ആദ്യം ബൂട്ട് റിപ്പയർ ചെയ്തിരുന്നത്. അതിന് RTCK എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇത് വരുന്നുണ്ട്, കുറച്ച് പിന്നോട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 8, 9, 10 കണക്ഷൻസാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരുന്നത്.
അങ്ങനെ ചെയ്ത് അതിൻ്റെ ഫയൽ നമ്മൾ റൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് ഡൗൺലോഡ് മോഡിലേക്ക് ഓൺ ആക്കിയതിന് ശേഷമൊക്കെയാണ് നമ്മളത് ചെയ്തിരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ളൊരു ടൂള് അന്നും ഇന്നും ECG അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസുകളും അതേപോലെ തന്നെ ഈ ടൂള് ECG അറ്റാക്ക് എന്നുള്ളൊരു ടൂള് ബേസിക്കലി എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയലാണ്. കുറേ ആളുകൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം ECG അറ്റാക്ക് എങ്ങനെ ഉപയോഗിക്കണം, ഇതിലെങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഇതറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് പേര് സംശയം വിളിച്ച് ചോദിക്കാറുണ്ട് ECG അറ്റാക്ക് എങ്ങനെ ഉപയോഗിക്കും. ECG അറ്റാക്ക് വാങ്ങിയിട്ട് കുറേ കാലമായി, അതിങ്ങനെ ഇരിക്കുകയാണ് കയ്യിൽ, പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ഇത് പ്രോഗ്രാം ചെയ്യാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ ഡൗട്ട്സ് പലരും ചോദിക്കാറുണ്ട്, നമ്മളെ കൊണ്ടാവുന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ECG അറ്റാക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, അത് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബേസിക്കലി ഇതെങ്ങനെ ചെയ്യാം, ബേസിക്കായിട്ട് നമ്മളിത് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയാണ് ഒന്നൊരു എന്താ പറയുക, ഒരു സാധാരണ ഒരു വിശദീകരണം മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്.